ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ മലയാളം ആണെന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പൊ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ചെറിയൊരു കവിത അല്ലേ? എന്തായിരുന്നു കവിതയുടെ പേര്? മഴവില്ലാണോ നിന്നമ്മ. എല്ലാവരും പഠിച്ചില്ലേ? അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ വരികൾ നമുക്കൊന്നുകൂടി നോക്കാം അല്ലേ? എല്ലാവരും പഠിച്ച് നോട്ടൊക്കെ നോട്ട്ബുക്കിൽ എഴുതി റെഡി ആയിട്ടിരിക്കുകയാണെന്ന് ടീച്ചറിന് അറിയാം. കവിത എല്ലാവരും ടീച്ചർ പഠിപ്പിച്ചത് വരെയുള്ള 8 വരി കാണാതെ പഠിച്ചു എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടി ആദ്യം തൊട്ട് നോക്കാം. പടത്തിന്റെ പേരെന്തായിരുന്നു? മഴവില്ലാണോ നിന്നമ്മ അല്ലേ? ജി ശങ്കരക്കുറുപ്പ് എഴുതിയ മനോഹരമായ ഒരു ചെറിയ കവിതയായിരുന്നു അല്ലേ അത്? മഴവില്ലാണോ നിന്നമ്മ. അപ്പോ മലയാളത്തിലെ പ്രശസ്തനായ കവിയാണ്. ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായി കിട്ടിയ കവിയാണ് ജി ശങ്കരക്കുറുപ്പ് എന്നൊക്കെ ടീച്ചർ പറഞ്ഞു തന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ അന്ന് ടീച്ചർ പരിചയപ്പെടുത്തി. ഏതൊക്കെയായിരുന്നു? സൂര്യകാന്തി, ഓടക്കുഴൽ, പതികന്റെ പാട്ട്, വിശ്വദർശനം, ജീവന സംഗീതം, നിമിഷം അല്ലെ? ഇതായിരുന്നു പ്രധാനപ്പെട്ട കൃതികൾ. ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5-6 കൃതികളുടെ പേരാണ് ടീച്ചർ സ്ലൈഡാക്കി ഇട്ടേക്കുന്നത്. പിന്നെ നമ്മൾ കവിത പാടി അല്ലെ? എല്ലാവരും ടീച്ചർ 8 വരിയാണ് പഠിപ്പിച്ചത്. അപ്പൊ അതുവരെ നിങ്ങൾ എല്ലാവരും പഠിച്ചു കാണുമെന്ന് ടീച്ചറിന് അറിയാം. കുഞ്ഞു കവിതയല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടി അതൊന്ന് പാടി നോക്കാം അല്ലെ? എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ഇല്ലേ? എടുത്ത് ഓരോ ലൈനായിട്ട് നോക്കിയിരുന്നേ. ടീച്ചർ ഒന്ന് വായിച്ചു തരാം. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ. അടുത്തെന്തായിരുന്നു അടുത്ത സ്റ്റാൻസ? എന്തു വെളിച്ചം പൂമ്പാറ്റേ, എന്തു തെളിച്ചം പൂമ്പാറ്റേ, മുങ്ങാം പൊങ്ങാം കുളിർനിഴലിൽ, നീന്താം മറിയാം പൊൻവെയിലിൽ. ഇതുവരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? നമുക്ക് ഒന്നുകൂടി ഇപ്പോഴാ ഭാഗം ഒന്ന് നോക്കാം. ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം. അപ്പോ നോക്കിയുള്ളൂ. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ അല്ലേ? പൂമ്പാറ്റ എന്തൊക്കെയാ ചെയ്യുന്നത്? പൂവുകൾ തെണ്ടും പൂമ്പാറ്റ. തെണ്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ടീച്ചർ പറഞ്ഞു വന്നു. എന്തായിരുന്നു? ഭിക്ഷയാചിക്കുക അല്ലേ? അപ്പൊ ഇവിടെ പൂമ്പാറ്റ പൂവുകൾ തോറും ഭിക്ഷയാചിച്ചു നടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ടീച്ചർ പറഞ്ഞത്? അതിന് വിശപ്പകറ്റാൻ വേണ്ടി തേൻ കുടിക്കാനായിട്ട് ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് പോയി ഇങ്ങനെ എല്ലാ പൂക്കളിൽ നിന്നും ഇത് തേൻ കുടിക്കും അല്ലെ? അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? പൂവുകൾ തെണ്ടും പൂമ്പാറ്റ. പൂക്കൾ തോറും തെണ്ടും, ഭിക്ഷയാചിച്ച് നടക്കും. ഇവിടെ എന്താ? പൈസയാണോ ഭിക്ഷയാചിക്കുന്നത്? അല്ല. പിന്നെന്താണ്? ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് പോയി തേൻ കുടിക്കുന്നതിനെയാണ് പൂവുകൾ തെണ്ടും പൂമ്പാറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തെന്താണ്? പൂമ്പൊടി പൂശും പൂമ്പാറ്റ. ടീച്ചർ പറഞ്ഞു അല്ലെ? ഒരു പൂവിൽ നിന്നും പൂവിൽ ചെന്ന് ഇരുന്നിട്ട് പറന്ന് അടുത്ത പൂവിലേക്ക്. അതാണ് പരാഗണം എന്ന് പറയുന്നത് അല്ലെ? പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ. പൂന്തേൻ എന്ന് പറഞ്ഞാൽ എന്താ? പൂവിലെ തേൻ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. പൂവിലെ തേൻ ഉണ്ണും. ഉണ്ണുക എന്ന് പറഞ്ഞാൽ എന്താ? കഴിക്കുക. നമ്മൾ ചോറ് ഉണ്ണുക എന്ന് പറയില്ലേ? അതുപോലെ പൂവിലിരിക്കുന്ന തേൻ ഇതെന്ത് ചെയ്യും? കഴിക്കും. കഴിച്ച് വിശപ്പടക്കും. പൂവിൽ മയങ്ങും പൂമ്പാറ്റ. തേനൊക്കെ കുടിച്ച് മത്ത് പിടിച്ചിട്ട് പൂമ്പാറ്റ എന്ത് ചെയ്യും? കുറച്ച് സമയം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ പറന്ന് നടക്കുന്ന പൂമ്പാറ്റ ഒരു പൂവിൽ വന്ന് കുറെ സമയം ഇങ്ങനെ ഇരിക്കും. ഒരുപാട് സമയമൊന്നും ഇരിക്കത്തില്ല. ഇച്ചിരി നേരമൊക്കെ ഇരുന്നൊന്ന് റെസ്റ്റ് എടുക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? പൂവിൽ മയങ്ങും പൂമ്പാറ്റ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയുള്ളൂ. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ. മനസ്സിലായോ? പൂക്കൾ തോറും പറന്ന് നടക്കും, പൂമ്പൊടി പൂശും, പൂന്തേനുണ്ണും, പൂവിൽ മയങ്ങും. ഇതൊക്കെയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ പൂമ്പാറ്റ ചെയ്യുന്നത്. എല്ലാവർക്കും പൂമ്പാറ്റയെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. നോക്കിയുള്ളൂ. എന്ത് വെളിച്ചം പൂമ്പാറ്റേ,
എന്തു തെളിച്ചം പൂമ്പാറ്റേ, മുങ്ങാം പൊങ്ങാം കുളിർനിഴലിൽ, നീന്താം മറിയാം പൊൻവെയിലിൽ. ഓ, എന്താണ് ചിത്രശലഭത്തെ കാണുന്ന നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അല്ലെ. നമ്മുടെ കണ്ണിന് സുഖം പകരുന്ന, ആനന്ദം പകരുന്ന ഒരു കാഴ്ചയാണ് എന്തെന്ന് പറയുന്നത്. പൂമ്പാറ്റകൾ ഇങ്ങനെ പറന്നു നടക്കുന്നതും പൂക്കളിൽ വന്നിരുന്ന് തേൻ കുടിക്കുന്നതും ഒക്കെ വളരെ സുന്ദരമായ കാഴ്ചയാണ്. എന്ത് വെളിച്ചം പൂമ്പാറ്റേ, എന്തു തെളിച്ചം പൂമ്പാറ്റേ, മുങ്ങാം പൊങ്ങാം കുളിർനിഴലിൽ, നീന്താം മറിയാം പൊൻവെയിലിൽ. എന്ന് പറഞ്ഞാൽ എന്താ? നീന്തി മറിയുന്നു, പിന്നെ എന്തോ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിൽ കിടന്ന് നീന്തുന്നു എന്നല്ല. പിന്നെന്താണ്? നിഴലിൽ ഓരോ മരത്തിലും ചെടികളിലും ഒക്കെ ഇതെന്ത് ചെയ്യണം? അതിന്റെ നിഴലിൽ ഇതിങ്ങനെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ പറക്കും. നീന്താം മറിയാം പൊൻവെയിലിൽ, പൊൻനിറമുള്ള വെയിൽ. പൊൻനിറമുള്ള വെയിലാണ് പൊൻവെയിൽ. വെയിലിൽ അത് എന്ത് ചെയ്യുന്നു? നീന്തുകയും മറിയുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ആര് ചെയ്യുന്നത്? പൂമ്പാറ്റ ചെയ്യുന്നത്. അപ്പൊ ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഇന്ന് അതിന്റെ ബാക്കി 4 വരിയുണ്ട്, ആ ഭാഗം പഠിക്കാം. നോക്കിയുള്ളൂ, അടുത്ത കുട്ടി ചോദിക്കുകയാണ്. 4 വരി, കുഞ്ഞു 4 വരിയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒന്നു തൊടട്ടെ നിൻ ചിറകിൽ, നിന്നു തരാമോ നീ അരികിൽ, മഴവില്ലാണോ നിന്നമ്മ, തരുമോ നീ ഒരു കുഞ്ഞുമ്മ. അല്ലെ, എന്ത് രസകരമായ വരികളെന്ന് നോക്കിക്കേ. ഒന്നു തൊടട്ടെ നിൻ ചിറകിൽ, നിന്നു തരാമോ നീ അരികിൽ, മഴവില്ലാണോ നിന്നമ്മ, തരുമോ നീ ഒരു കുഞ്ഞുമ്മ. ഒന്നുമില്ല, കവിത കേട്ടപ്പോ തന്നെ എല്ലാവർക്കും ഇതിന്റെ അർത്ഥമൊക്കെ മനസ്സിലായല്ലേ. കുട്ടി ചോദിക്കുകയാണ്, എന്താണ്? ഒന്ന് തൊടട്ടെ നിൻ ചിറകിൽ, നിന്റെ ചിറകിൽ ഞാനൊന്ന് തൊട്ടോട്ടെ അല്ലെ. അത്ര മനോഹരമാണ്. അപ്പോ അതിന് കുട്ടിക്ക് വളരെ ആകാംക്ഷയോട് കൂടി സന്തോഷത്തോടു കൂടി കുട്ടി ചോദിക്കുകയാണ്, നിന്റെ ചിറകിൽ ഞാനൊന്ന് തൊട്ടോട്ടെ, നിന്ന് തരാമോ നീ അരികിൽ, എന്റെ അരികിൽ നിനക്കൊന്ന് നിൽക്കാമോ, എനിക്ക് നിന്നോടൊപ്പം കളിക്കാൻ ആഗ്രഹമുണ്ട്. എന്നിട്ട് ചോദിക്കുവാണ്, മഴവില്ലാണോ നിന്നമ്മ. ഇതാണ് നമ്മുടെ കവിതയുടെ പേര് അല്ലെ. നമ്മുടെ കുഞ്ഞു കവിതയുടെ പേര് തന്നെ മഴവില്ലാണോ നിന്നമ്മ. പൂമ്പാറ്റയോട് ചോദിക്കണം, എന്താ മഴവില്ലാണോ നിന്നമ്മ എന്ന് ചോദിക്കാൻ കാരണം എന്താ? 7 നിറങ്ങളുണ്ടല്ലേ. മഴവില്ലിന് എത്ര നിറങ്ങളുണ്ട്? 7 നിറങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് നിറങ്ങൾ ചേർന്നതാണ് ആര്? പൂമ്പാറ്റയുടെ ചിറകുകൾ. കണ്ടിട്ടുണ്ടോ? പിന്നെ ഒറ്റ നിറം മാത്രമല്ല ചിറകുള്ള പൂമ്പാറ്റകളും ഉണ്ട്. പക്ഷേ കൂടുതലും പൂമ്പാറ്റകൾ എന്താണ്? നല്ല ചിത്രം വരച്ചതുപോലുള്ള ചിറകുകളുള്ള പൂമ്പാറ്റകളാണ്. അപ്പോ അതുകൊണ്ടാണ് കുഞ്ഞ് ചോദിക്കുന്നത്, മഴവില്ലാണോ നിന്റെ അമ്മ, നിന്നെ പ്രസവിച്ചത് നിന്റെ അമ്മ മഴവില്ലാണോ, അതുകൊണ്ടാണോ നിനക്ക് ഇത്ര ഭംഗിയുണ്ടായത്. പിന്നെന്താ ചോദിക്കുന്നേ? തരുമോ നീ ഒരു കുഞ്ഞുമ്മ, നീ എനിക്കൊരു കുഞ്ഞുമ്മ തരുമോ അല്ലെ. അത്ര സ്നേഹമാണ് കുട്ടിക്ക് ആരോട്? ഈ പൂമ്പാറ്റയോട്, ചിത്രശലഭത്തോട്. വളരെ സന്തോഷത്തോടു കൂടി അവൻ ചോദിക്കുകയാണ്, തരുമോ നീ ഒരു കുഞ്ഞുമ്മ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ 4 വരിയിൽ. നോക്കിയുള്ളൂ, ഒന്ന് തൊടട്ടെ നിൻ ചിറകിൽ, ഞാൻ നിന്റെ ചിറകിൽ ഒന്ന് തൊട്ടോട്ടെ. കുട്ടി വളരെ സന്തോഷത്തോടു കൂടി, പക്ഷെ ആകാംക്ഷയോട് കൂടി ചോദിക്കുകയാണ്, നിന്റെ ചിറകിൽ ഞാനൊന്ന് തൊട്ടോട്ടെ, എത്ര ഭംഗിയാണ്. നിന്ന് തരാമോ നീ അരികിൽ, നിന്നെ ഒന്ന് തൊടുന്നതിന് വേണ്ടി എന്റെ അരികിൽ നിനക്കൊന്ന് നിൽക്കാമോ. മഴവില്ലാണോ നിന്നമ്മ അല്ലെ, അതുകൊണ്ടാണ് ഇത്രയും നിറങ്ങളുള്ള ചിറക് നിനക്കുണ്ടായതെന്നാണ് ആര് വിശ്വസിക്കുന്നത്? കുഞ്ഞ് വിശ്വസിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, മഴവില്ലാണോ നിന്നമ്മ, തരുമോ നീ ഒരു കുഞ്ഞുമ്മ. പൂമ്പാറ്റയെ പോലെ തന്നെ വളരെ ഭംഗിയുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണിന് സുഖം പകരുന്നതാണ് ഏത്? മഴവില്ല് അല്ലെ. മഴവില്ല് കാണാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. മഴയ്ക്ക് മുമ്പും ചിലപ്പോ മഴയ്ക്ക് ശേഷവും ഒക്കെ ആകാശത്ത് ഇങ്ങനെ കാണപ്പെടുന്ന മഴവില്ലിനെ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ. 7 നിറങ്ങളുള്ള മഴവില്ല്. അപ്പൊ അതുപോലെ പല നിറങ്ങളുള്ള, പല നിറങ്ങൾ ചാലിച്ച ചിറകുകളുള്ള നമ്മുടെ ഈ പൂമ്പാറ്റയെ കാണാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? അതുകൊണ്ടാണ് കുട്ടി ചോദിക്കുന്നത്, നിന്റെ അമ്മ ആരാണ്? മഴവില്ലാണോ. തരുമോ നീ ഒരു കുഞ്ഞുമ്മ, നീ എനിക്കൊരു കുഞ്ഞുമ്മ തരുമോ, ഒരു കൊച്ചൊരുമ്മ നീ എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. മനസ്സിലായ എല്ലാവർക്കും? അപ്പൊ ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു കുഞ്ഞു കവിതയാണ്. ടീച്ചർ ഇത് ഒന്നുകൂടി വായിച്ചു തരാം. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ,
പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ. എന്തു വെളിച്ചം പൂമ്പാറ്റേ, എന്തു തെളിച്ചം പൂമ്പാറ്റേ. മുങ്ങാം പൊങ്ങാം കുളിർനിഴലിൽ, നീന്താം മറിയാം പൊൻവെയിലിൽ. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് പഠിച്ച 4 വരി ഏതൊക്കെയാ? ഒന്നു തൊടട്ടെ നിൻ ചിറകിൽ, നിന്നു തരാമോ നീ അരികിൽ. മഴവില്ലാണോ നിന്നമ്മ, തരുമോ നീ ഒരു കുഞ്ഞുമ്മ. അല്ലെ? ഒന്നുകൂടി ടീച്ചർ പറഞ്ഞു തരാം. പൂവുകൾ തോറും തെണ്ടി നടക്കുന്ന പൂമ്പാറ്റ ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് പോയി പൂമ്പൊടി പൂശും, പിന്നെ പൂക്കളിലിരുന്ന് പൂന്തേൻ കഴിക്കും, അവസാനം പൂവിൽ മയങ്ങും. അല്ലെ? അപ്പൊ ഈ പൂമ്പാറ്റയെ കാണാൻ എന്ത് വെളിച്ചമാണ് നീ തരുന്നത്, എന്ത് തെളിച്ചമാണ് പൂമ്പാറ്റയെ നിനക്ക്. കുളിർനിഴലിൽ നീ പൊങ്ങുകയും ചെയ്യുന്നു, പൊൻവെയിലിൽ നീ നീന്തുകയും മറിയുകയും ചെയ്യുന്നു. കാരണം വെയിലിലും നിഴലിലും ഇതെന്തുകയാണ്? ഇതിങ്ങനെ പറന്ന് നടക്കുകയാണ് അല്ലെ? ഇതിന് റെസ്റ്റ് ഇല്ലാതെ ഇതിങ്ങനെ പറന്ന് നടക്കുന്നത് കൊണ്ടാണ് പറയുന്നത് കുളിർനിഴലിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നു, പൊൻവെയിലിൽ നീന്തുകയും മറിയുകയും ചെയ്യുന്നു. പിന്നെ എന്താ കുട്ടി ചോദിക്കുന്നത്? എന്താണ്? ഒന്ന് തൊടട്ടെ നിൻ ചിറകിൽ, നിന്റെ ചിറകിൽ ഞാനൊന്ന് തൊട്ടോട്ടെ. നിന്ന് തരാമോ നീ അരികിൽ, എന്റെ അരികിൽ നിനക്ക് ഒന്ന് നിൽക്കാമോ, ഒരു നിമിഷം ഒന്ന് നിൽക്കാമോ, എനിക്ക് നിന്നെ ഒന്ന് തൊടണം. അതിന് അതിയായ ആഗ്രഹമുണ്ട്. എന്നിട്ട് ചോദിക്കുന്നു, മഴവില്ലാണോ നിന്നമ്മ, നിന്റെ അമ്മ മഴവില്ലാണോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? 7 നിറങ്ങളുണ്ടല്ലേ മഴവില്ലിന്. അപ്പോ ഒരു ഭംഗിയാണ് നമ്മുടെ പൂമ്പാറ്റകളുടെ ചിറകുകൾക്കുള്ളത്. പല വർണ്ണങ്ങൾ നിറഞ്ഞതാണ്. എന്നിട്ട് പറയുകയാണ്, തരുമോ നീ ഒരു കുഞ്ഞുമ്മ, എനിക്കൊരു കുഞ്ഞുമ്മ നീ എനിക്ക് തരുമോ എന്നാണ് കുട്ടി ചോദിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, കുഞ്ഞു കഥയാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ ഇനി നമുക്കിതിന്റെ മീനിങ്സ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, നോക്കിയുള്ളൂ. അർത്ഥം: തെണ്ടുക, ഭിക്ഷയാചിക്കുക, പൂന്തേൻ, പൂവിലെ തേൻ. തെണ്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ഭിക്ഷയാചിക്കുക. പൂന്തേൻ, പൂവിലെ തേൻ. പര്യായം: തേൻ മധു, മരന്തം. പൂവ് സുമം, കുസുമം. പൂമ്പാറ്റ ചിത്രശലഭം, ചിത്രപതംഗം. രണ്ടും ചിത്ര, പിന്നെ ഇവിടെ ശലഭവും ഇവിടെ പതംഗവും എഴുതിയാൽ മതി കേട്ടോ. ചിറക് പക്ഷം, പത്രം. പത്രം നമ്മൾ വായിക്കുന്ന ന്യൂസ് പേപ്പർ ഉണ്ട് അല്ലേ? ഇവിടെ പത്രം എന്ന് പറഞ്ഞാൽ ചിറക് എന്നും അർത്ഥമുണ്ട് കേട്ടോ. നോക്കിയുള്ളൂ ഒന്നുകൂടി. തേൻ മധു, മരന്തം. പൂവ് സുമം, കുസുമം. പൂമ്പാറ്റ ചിത്രശലഭം, ചിത്രപതംഗം. ചിറക് പക്ഷം, പത്രം. പിരിച്ചെഴുതുക. കുഞ്ഞുമ്മ എങ്ങനെ പിരിച്ചെഴുതും? കുഞ്ഞ് അധികം ഉമ്മ. നോക്കിയുള്ളൂ ഒന്നുകൂടി. കുഞ്ഞുമ്മ, കുഞ്ഞ് അധികം ഉമ്മ. എല്ലാവരും നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് നോട്ടിലേക്ക് നോക്കിയിരിക്കണം കേട്ടോ ടീച്ചർ വായിക്കുമ്പോ. നീ ഒരു എങ്ങനെ പിരിക്കും? നീ ഒരു, നീ അധികം ഒരു. മനസ്സിലായല്ലോ? പിരിച്ചെഴുതുക. കുഞ്ഞുമ്മ, കുഞ്ഞ് അധികം ഉമ്മ. കുഞ്ഞുമ്മ. നീ ഒരു, നീ അധികം ഒരു. ഓക്കെ, നെക്സ്റ്റ് നോക്കിയുള്ളൂ നോട്ടിലേക്ക്. ചേർത്തെഴുതുക. എന്താണ്? ചേർത്തെഴുതുക. മഴവില്ല് അധികം ആണോ? മഴവില്ല് അധികം ആണോ? എങ്ങനെ ചേർത്തെഴുതും നമ്മൾ? മഴവില്ലാണോ അല്ലേ? മഴവില്ല് അധികം ആണോ? ചേർത്തെഴുതുന്നത് എങ്ങനെയാ? മഴവില്ലാണോ. പൂന്തേൻ അധികം ഉണ്ണും. പൂന്തേൻ അധികം ഉണ്ണും. എങ്ങനെ ചേർത്തെഴുതും? പൂന്തേനുണ്ണും. എങ്ങനെ എഴുതുന്നേ? പൂന്തേനുണ്ണും. എഴുതി പഠിക്കണം കേട്ടോ. ഡൗൺ വേർഡ്സ് എഴുതി പഠിക്കണം എല്ലാവരും. ഇനി ഇതില് 2 ഒറ്റപ്പദമുണ്ട്. നോക്കിയുള്ളൂ. പൂവിലെ തേൻ. പൂവിലെ തേൻ. പൂവിലുള്ള തേനില്ലേ, അതിനെയാണ് പൂവിലെ
തേൻ എന്ന് പറയും. നമ്മൾ എന്ത് പറയും ഒറ്റ വാക്ക്? പൂന്തേൻ. പൂവിലെ തേൻ പൂന്തേൻ. എളുപ്പമാണ് അല്ലെ? വളരെ സിമ്പിൾ ആണ്. പൊൻനിറമുള്ള വെയിൽ. പൊന്നെന്ന് പറഞ്ഞാൽ എന്താ? സ്വർണം. സ്വർണത്തിന്റെ നിറമുള്ള വെയിൽ എന്നാണ് കവി ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലെ വെയിലിനെ. ആ പൊൻവെയിലിൽ ഇങ്ങനെ പൂമ്പാറ്റകൾ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കും. അതിന് വെയിലൊന്നും ഒരു പ്രശ്നമേ ഇല്ല. അതുപോലെ നിഴലിലും ഒക്കെ ഇതിങ്ങനെ പാറിപ്പറന്ന് നടക്കുവാണ്. പൊൻനിറമുള്ള വെയിൽ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നേ? പൊൻവെയിൽ. ഇപ്പൊ രണ്ട് ഒറ്റപ്പട ഏതൊക്കെയാണ്? പൂവിലെ തേൻ. പൂവിലെ തേൻ പൂന്തേൻ. പൊൻനിറമുള്ള വെയിൽ പൊൻവെയിൽ. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി നമുക്ക് ഉത്തരം എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കിക്കേ നോട്ട്ബുക്കിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പൂമ്പാറ്റ എന്തൊക്കെ ചെയ്യുമെന്നാണ് കവി പറയുന്നത് അല്ലെ? പൂമ്പാറ്റ എന്തൊക്കെ ചെയ്യുമെന്നാണ് കവി പറയുന്നത്. എന്തൊക്കെ ചെയ്യുമെന്നാ പറഞ്ഞത്? പൂവുകൾ തോറും പറന്ന് നടക്കും, പൂമ്പൊടി പൂശും, പൂന്തേൻ കുടിക്കും, പൂവിലുറങ്ങും. അല്ലെ? എളുപ്പമാണ് പഠിക്കാൻ. ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ വളരെ എളുപ്പമാണ്. നോക്കിയുള്ളൂ. പൂവുകൾ തോറും പറന്ന് നടക്കും ഒരു സെന്റൻസ്, പൂമ്പൊടി പൂശും 2, പൂന്തേൻ കുടിക്കും 3, പൂവിലുറങ്ങും. ഇത്രയേ ഉള്ളൂ. 4 കാര്യം എഴുതുമ്പോ അതിന്റെ ആൻസർ ആയി. മനസ്സിലായില്ലേ? എന്താണ്? പൂവുകൾ തോറും പറന്ന് നടക്കും, പൂമ്പൊടി പൂശും, പൂന്തേൻ കുടിക്കും, പൂവിലുറങ്ങും. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പൂമ്പാറ്റയുടെ അമ്മ ആരാണെന്നാണ് കുട്ടി സംശയിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിച്ചത്, ഇപ്പൊ പഠിച്ചത് അല്ലെ? എന്താണ്? പൂമ്പാറ്റയുടെ അമ്മ ആരാണെന്നാണ് കുട്ടി സംശയിക്കുന്നത്. ആരായിരുന്നു? മഴവില്ല് അല്ലേ? നോക്കുള്ളൂ. ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? പൂമ്പാറ്റയുടെ അമ്മ മഴവില്ലാണെന്നാണ് കുട്ടി സംശയിക്കുന്നത്. മഴവില്ലിനെ പോലെ ഒരുപാട് നിറങ്ങളുണ്ട്. ആർക്ക്? പൂമ്പാറ്റയ്ക്ക് അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് പൂമ്പാറ്റയുടെ അമ്മ ആരാണ്? മഴവില്ലാണ്. സിമ്പിൾ അല്ലേ പഠിക്കാൻ? പെട്ടെന്ന് പഠിക്കാം അല്ലേ? അപ്പൊ പൂമ്പാറ്റയുടെ അമ്മ ആരാണെന്നാണ് കുട്ടി സംശയിക്കുന്നത്. ആരാണ്? മഴവില്ല്. നോക്കിയല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ എല്ലാവരും നോട്ട്ബുക്കിലേക്ക്. എന്ത് തരുവാനാണ് കുട്ടി പൂമ്പാറ്റയോട് ആവശ്യപ്പെടുന്നത്? എന്ത് തരുവാനാണ് കുട്ടി പൂമ്പാറ്റയോട് ആവശ്യപ്പെടുന്നത്? അത് നമ്മൾ ഇന്ന് പഠിച്ചതാ, ലാസ്റ്റ് പഠിച്ച വരിയ. എന്താണ്? തരുമോ നീ ഒരു കുഞ്ഞുമ്മ എന്നല്ലേ പഠിച്ചത് നമ്മൾ അവസാനം. പൂമ്പാറ്റയോട് കുട്ടി ചോദിക്കുകയാണ്, തരുമോ നീ ഒരു കുഞ്ഞുമ്മ. അപ്പൊ എന്ത് തരുവാനാണ്? ഉമ്മ തരുവാനാണ് കുട്ടി പൂമ്പാറ്റയോട് ആവശ്യപ്പെടുന്നത്. ഉമ്മ തരുവാനാണ് കുട്ടി പൂമ്പാറ്റയോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ് അല്ലെ? പിന്നെ ടീച്ചർ അവസാനം ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിയിട്ടുണ്ട്. മഴവില്ലാണോ നിന്നമ്മ എന്ന കവിത എഴുതിയതാര്? മഴവില്ലാണോ നിന്നമ്മ എന്ന കവിത എഴുതിയതാരാ? ജി ശങ്കരക്കുറുപ്പ് അല്ലെ? ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഇതേ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുകൂടെ നോക്കിയുള്ളൂ. പൂമ്പാറ്റ എന്തൊക്കെ ചെയ്യുമെന്നാണ് കവി പറയുന്നത്? ഒന്ന് നോക്കിക്കേ നോട്ടിലേക്ക്. പൂവുകൾ തോറും പറന്ന് നടക്കും, പൂമ്പൊടി പൂശും, പൂന്തേൻ കുടിക്കും, പൂവിലുറങ്ങും. 2, പൂമ്പാറ്റയുടെ അമ്മ ആരാണെന്നാണ് കുട്ടി സംശയിക്കുന്നത്. ആരാണ്? പൂമ്പാറ്റയുടെ അമ്മ മഴവില്ലാണെന്നാണ് കുട്ടി സംശയിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്ത് തരുവാനാണ് കുട്ടി പൂമ്പാറ്റയോട് ആവശ്യപ്പെടുന്നത്? ഇത് തരുവാനാണ്? ഉമ്മ തരുവാനാണ് കുട്ടി പൂമ്പാറ്റയോട് ആവശ്യപ്പെടുന്നത്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മഴവില്ലാണോ നിന്നമ്മ എന്ന കവിത എഴുതിയതാര്? ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. നോക്കിയല്ലോ. അസൈൻമെന്റ് ടീച്ചർ തന്നിട്ടുള്ളത് പൂമ്പാറ്റയെ കുറിച്ചുള്ള കവിത ശേഖരിക്കുക. നിങ്ങൾക്ക് അറിയാം അല്ലെ? കുഞ്ഞു കുഞ്ഞു കവിതകളുണ്ട്. 4 വരി 8 വരിയൊക്കെ ഉള്ള ചെറിയ ചെറിയ കവിതകളുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അസൈൻമെന്റ് നോട്ട്ബുക്കില്ലേ? അതിലേക്ക് എഴുതണം കേട്ടോ. പൂമ്പാറ്റയെ കുറിച്ചുള്ള കവിതകള്
എഴുതി എല്ലാവരും മിടുക്കരായിട്ട് നന്നായിട്ട് പഠിക്കണം. ടീച്ചറിന്റെ ഫോൺ നമ്പർ ഇവിടെ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കണം. അപ്പൊ ടീച്ചർ ഒരു പ്രാവശ്യം കൂടി കവിത ഒന്ന് പാടി നമുക്ക് മതിയാക്കാം. അപ്പോൾ അടുത്ത് സാറ്റർഡേ ക്ലാസ്സിന് ടീച്ചർ ചോദിക്കും. അപ്പൊ എല്ലാവരും കവിത പാടി കേൾപ്പിക്കണം കേട്ടോ. നോക്കിയോളൂ. പാഠം 10 മഴവില്ലാണോ നിന്നമ്മ. എല്ലാവരും ടെസ്റ്റ് എടുത്ത് ഒന്നുകൂടെ നോക്കിക്കേ. വായിക്കാൻ അറിഞ്ഞുകൂടാത്തവരെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഓരോ ലൈനിലും കൈ വെച്ച് നോക്കണം. വിരൽ വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കണം ടീച്ചർ വായിക്കുമ്പോ. നോക്കിയല്ലോ. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഒന്നുകൂടി ആ 4 വരി ടീച്ചർ ഒന്നുകൂടി വായിച്ചു തരാം. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ. എല്ലാവരും പഠിച്ചല്ലോ? അടുത്ത 4 വരി നോക്കിക്കേ. അടുത്ത സ്റ്റാൻസ. എന്തു വെളിച്ചം പൂമ്പാറ്റേ, എന്തു തെളിച്ചം പൂമ്പാറ്റേ, മുങ്ങാം പൊങ്ങാം കുളിർനിഴലിൽ, നീന്താം മറിയാം പൊൻവെയിലിൽ. ഒന്നുകൂടെ നോക്കിക്കാ 4 വരി. എന്തു വെളിച്ചം പൂമ്പാറ്റേ, എന്തു തെളിച്ചം പൂമ്പാറ്റേ, മുങ്ങാം പൊങ്ങാം കുളിർനിഴലിൽ, നീന്താം മറിയാം പൊൻവെയിലിൽ. ഓക്കെ, നിന്ന് പഠിച്ച ആ ലാസ്റ്റ് 4 വരി ഒന്നുകൂടെ നോക്കിക്കേ. ഒന്നു തൊടട്ടെ നിൻ ചിറകിൽ, നിന്നു തരാമോ നീ അരികിൽ, മഴവില്ലാണോ നിന്നമ്മ, തരുമോ നീ ഒരു കുഞ്ഞുമ്മ. ഒന്നുകൂടി ആ 4 വരി ഒന്നുകൂടി നോക്കിക്കേ. ഒന്നു തൊടട്ടെ നിൻ ചിറകിൽ, നിന്നു തരാമോ നീ അരികിൽ, മഴവില്ലാണോ നിന്നമ്മ, തരുമോ നീ ഒരു കുഞ്ഞുമ്മ. മനസ്സിലായല്ലോ എല്ലാവർക്കും? എല്ലാവരും നന്നായിട്ട് ഈ കവിത പഠിച്ച് മിടുക്കരായിട്ടിരിക്കണം. ടീച്ചർ സാറ്റർഡേ 3ാം ക്ലാസ്സിന് ക്ലാസ് ഉള്ള ദിവസം ടീച്ചർ എല്ലാവരോടും ചോദിക്കും. കവിത എല്ലാവരും കാണാതെ പഠിച്ച് ടീച്ചറിനെ കേൾപ്പിക്കണം. വായിക്കാനും പറയും കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസറും ചോദിക്കും. അപ്പൊ നന്നായിട്ട് എല്ലാവരും പഠിച്ച് മിടുക്കരായിട്ട് ഇരിക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനെ വിളിക്കണം കേട്ടോ. താങ്ക് യു.